യൂട്യൂബിൽ നിന്നുള്ള മറ്റ് വീഡിയോസിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് 4 മാസം കൊണ്ട് 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലുണ്ട്. മിസ് ഹോഷിയാർ എങ്ങനെയാണ് ഈ വീഡിയോസ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് ഈ സക്സസ് കിട്ടിയിരിക്കുന്നത്, വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ നിന്നുള്ള മറ്റ് വീഡിയോസിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് അതിൽ സ്വന്തം സൗണ്ട് വോയിസ് ഓവറായി കൊടുത്ത് അങ്ങനെ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് 4 മാസം കൊണ്ട് 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലുണ്ട്. ആ ചാനലിന്റെ പേര് ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിലിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും. ആ ചാനലിന്റെ പേര് മിസ് ഹോഷിയാർ എന്നാണ്. ഉത്തരാഖണ്ഡിലെ ഒരു വളരെ ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വളരെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണത്. ആ പെൺകുട്ടിയുടെ ശരിക്കുള്ള പേര് സലോണി ചന്ദ് എന്നാണ്. ഒരു ദിവസത്തെ വീട്ടു ചെലവിന് വേണ്ടി പോലും ചില സമയത്ത് കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടി പോലും പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ചെലവിന് വേണ്ടി പലതരത്തിലുള്ള ദിവസക്കൂലിക്കുള്ള ജോലികളും ചെയ്തിട്ടുണ്ട്. ഇഷ്ടിക ചുമക്കുന്ന ജോലി, അതുമല്ല റോഡ് വൃത്തിയാക്കുന്ന ജോലി, ഇതേപോലുള്ള പല ജോലികളും ഈ കുട്ടി ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവരുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവർ ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം ഷോർട്സ് വീഡിയോസ് ആണ്. അതും വേസ്റ്റ് പ്രോഡക്ട്സിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ക്രാഫ്റ്റ്സ് വീഡിയോസ് ആണ് ഈ കുട്ടി ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും. ഈ വീഡിയോസ് എല്ലാം മറ്റ് പല ചാനലുകളിലുമുള്ള ലോങ് വീഡിയോസിനെ കോപ്പി ചെയ്ത് അതിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇത് കോപ്പി പേസ്റ്റ് വീഡിയോസ് ആയിരുന്നിട്ട് പോലും ഒരു വീഡിയോയ്ക്ക് പോലും ഇതിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിംസോ കിട്ടിയിട്ടില്ല. അതായത് ഒരു രീതിയിലുള്ള യൂട്യൂബിന്റെ വയലേഷൻസും ഈ കുട്ടിയുടെ ഈ ചാനലിൽ കിട്ടിയിട്ടില്ല. നമ്മൾക്കിടയിലും പല ആളുകളും ഉണ്ടാവാം നല്ല വോയിസ് ഉള്ളവർ, അതെന്നുണ്ടെങ്കിൽ നല്ല വോയിസ് ഓവർ കൊടുത്ത് വീഡിയോസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവാം. അപ്പോൾ അവർക്കും ഇതേപോലെ കോപ്പി പേസ്റ്റ് വീഡിയോസ് ചെയ്ത് അതിൽ നല്ല വോയിസ് ഓവർ കൊടുത്ത് നല്ല ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോസിന് നമുക്ക് ഒരു രീതിയിലുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ ഉണ്ടാവാൻ പാടില്ല. യൂട്യൂബിന്റെ ഒരു തരത്തിലുള്ള വയലേഷൻസും അത്തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് മൂലം നമ്മുടെ ചാനലിന് കിട്ടാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ മിസ് ഹോഷിയാർ എങ്ങനെയാണ് ഈ വീഡിയോസ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് ഈ സക്സസ് കിട്ടിയിരിക്കുന്നത്, വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. മിസ് ഹോഷിയാർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് സലോണി ചന്ദ് എന്നാണ്. ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. എങ്ങനെയായാലും ശരി, വളരെ മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ കുട്ടിയുടേത്. അത് നമ്മൾ അറിയണം, നമുക്കും ഇതേപോലെ അച്ചീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവർ എങ്ങനെ അവരുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഈ സക്സസ് അവർക്ക് കിട്ടി, അതേപോലെ നമ്മളും ഇതേപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ ഒന്നും കിട്ടരുതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് മിസ് ഹോഷിയാറിന്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കാം. ഇവരുടെ ചാനൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റീസെന്റ് ആയിട്ട് ആ കുട്ടി കുറച്ച് ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഫേമസ് ആയതിനു ശേഷം. പക്ഷെ അവർ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും ആ 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് വരെ ചെയ്തിരുന്ന എല്ലാ വീഡിയോസും ഷോർട്സ് വീഡിയോസ് ആണ്. അത് മാത്രമല്ല ക്രാഫ്റ്റ് വീഡിയോസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പോപ്പുലറിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് 58 മില്യൺ വ്യൂസ് ആണ് ഈ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതേപോലുള്ള വീഡിയോസ് ആണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവർ ഈ വീഡിയോസ് എല്ലാം ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെയുള്ള മറ്റ് ചാനൽസിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ക്രാഫ്റ്റ് വീഡിയോസ് ആണ്. ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചാനൽസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് 5 മിനിറ്റ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ. ആ ചാനലിൽ നിന്നാണ് മെയിനായിട്ട് ഈ കുട്ടി കോപ്പി ചെയ്തിട്ടുള്ളത്. ഇതേപോലുള്ള കുറേ ക്രാഫ്റ്റ് ചാനൽസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് കുറച്ച് ചാനൽസിന്റെ പേര് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഈ ചാനലിലാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 78.8 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണിത്. അപ്പോൾ ഇതിൽ കൂടുതലും ലോങ് വീഡിയോസ് ആണ് ഇവർ ക്രാഫ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്താൽ മതി, ഇതിൽ നമുക്ക് 5 or 6 ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് ഈ മിസ് ഹോഷിയാറും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ലോങ് വീഡിയോസിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യം നമ്മൾ എഡിറ്ററിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൗണ്ട് ആദ്യം നമ്മൾ ഓഫ് ചെയ്യണം. ഇതിന്റെ സൗണ്ട് മ്യൂട്ട് ചെയ്യണം. ഈ സൗണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഈ സൗണ്ട് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയെന്ന് വരാം.
അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ സ്വന്തം വോയിസ് ഓവർ നമ്മുടെ മലയാളം ഭാഷയിൽ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ഷോർട്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിന്റെ ഓഡിയോ ലൈബ്രറിയിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതല്ല ആ ഓഡിയോ ലൈബ്രറിയിലുള്ള സൗണ്ട് എഫക്ട്സ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെർച്ച് ചെയ്ത് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും നമ്മൾ ഒരു ഷോർട്സ് വീഡിയോസിനെ അതേപോലെ കോപ്പി ചെയ്ത് പിന്നീട് അതിന് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഓവറോ കൊടുത്ത് അതിന് കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ലോങ് വീഡിയോസിൽ നിന്നും ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് കോപ്പി ചെയ്ത് അതിനെ ചെറിയ ഷോർട്സ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് വീഡിയോയാണോ കോപ്പി ചെയ്തെടുക്കുന്നത് ആ വീഡിയോയിലുള്ള സൗണ്ടിനെ ഓഫ് ചെയ്ത് അതിനുശേഷം വേണം നിങ്ങൾ നിങ്ങളുടെ സൗണ്ട് കൊടുക്കാൻ. ഒരിക്കലും ആ വീഡിയോയിൽ തന്നെയുള്ള ആ സൗണ്ടിനെ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്ത് വെക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും മറ്റൊരു ചാനലിന്റെ വീഡിയോയെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യാതിരിക്കുക. അത് ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും. ഷോർട്ട് വീഡിയോയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഷോർട്ട് വീഡിയോ ഒരിക്കലും നിങ്ങൾ കോപ്പി ചെയ്യരുത്. കോപ്പി ചെയ്യുന്നത് നിങ്ങൾ ലോങ് വീഡിയോയിൽ നിന്ന് തന്നെ ആയിരിക്കണം. പക്ഷേ ലോങ് വീഡിയോയും ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യരുത്. ചെറിയ ക്ലിപ്പിംഗ്സ് മാത്രമേ ഉപയോഗിക്കാവൂ. അതേപോലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എടുക്കാമെന്ന്. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക അത് നോൺ കോപ്പിറൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്നുള്ളത്. അത് കൺഫേം ചെയ്തതിന് ശേഷമേ നിങ്ങൾ അതിനെ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 5 minutes ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലോങ് വീഡിയോസിനെ കോപ്പി ചെയ്ത് പിന്നെ അതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ ക്രാഫ്റ്റ്സ് ചെയ്യുന്ന ചാനൽസിൽ നിന്നും ടോപ്പായിട്ടുള്ള ഒരു ചാനൽ എന്ന് പറയുന്നത്. ഇതേപോലെ വളരെയധികം ചാനൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിനെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് അതിൽ നിന്നും യൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ചാനലാണ് 5 minutes റിപ്പയർ എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു ചാനലുണ്ട് 5 minutes ഡെക്കോർ. പിന്നീടുള്ളത് 5 minute ക്രാഫ്റ്റ് ഐറ്റംസ്, RIN ഹാൻഡ്മെയ്ഡ്, 1 2 3 ഗോ ഹിന്ദി. ഇത് ഞാൻ കുറച്ച് ചാനൽസിന്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഏത് ചാനലിൽ നിന്ന് വേണമെങ്കിലും, വേറെ കുറേ ചാനൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് ചാനൽസിൽ നിന്ന് വേണമെങ്കിലും ലോങ് വീഡിയോസ് സെലക്ട് ചെയ്ത് അതിൽ നിന്നും ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് എടുത്ത് നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓർത്ത് വയ്ക്കുക, ലോങ് വീഡിയോസിൽ നിന്നും വേണം ചെറിയ ക്ലിപ്പിംഗ്സ് എടുക്കാൻ. ഒരിക്കലും ഒരു ഷോർട്ട് വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. അതേപോലെ നിങ്ങളുടെ സൗണ്ട് എഫക്റ്റ് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ എടുക്കുന്ന വീഡിയോയുടെ സൗണ്ടിനെ നിങ്ങൾ അതിൽ തന്നെ വെക്കാതിരിക്കുക, അതിനെ ഓഫ് ചെയ്ത് വെക്കുക. അതേപോലെ അതിന് വേണ്ടുന്ന മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുക, സൗണ്ട് എഫക്ട്സ് കൊടുത്ത് അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി നിങ്ങൾ ഷോർട്സ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മിസ് ഹോഷിയാർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഈ സ്റ്റോറി, ഈ സക്സസ് നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, ഒരു മോട്ടിവേഷൻ ആവട്ടെ. ഇതേപോലെയുള്ള മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.